ശ്രീകുമാർ ഒരു കാരണവശാലും അൻവറിൻ്റെ രീതികളോട് യോജിക്കില്ല, ഇടത് സഹയാത്രികനായി തുടരും. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ പിണറായി അല്ലാതെ ആരെയാണ് ഇവരൊക്കെ മുന്നിൽ നിർത്തുക? സംഘപരിവാറിനെ ചെറുത്തു നിൽക്കുന്ന പ്രധാന ശക്തി CPIM ആണ്. വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും CPIM തള്ളിപ്പറയില്ല. KT ജലീൽ ഇന്ന് വൈകുന്നേരം പറഞ്ഞതാണ്. കാത്തിരുന്നത് ഇത് കേൾക്കാനല്ലല്ലോ പലരും. ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇടയ്ക്ക് വഴിയെ പറഞ്ഞു പോകാം. ഞെട്ടിയോ താങ്കൾ? ഡോക്ടർ ലാലെ, ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ പറയുമ്പോൾ തുടക്കത്തിലേ തന്നെ കയറി ഇടപെട്ട് എൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തരുതെന്നൊരു അപേക്ഷയുണ്ട്. അതായത് KT ജലീൽ ഇന്നിങ്ങനെ പറയണമെന്ന് ഒരു മാധ്യമമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ആവശ്യപ്പെട്ടിട്ടില്ല. PV അൻവറിൻ്റെ പ്രശ്നം വന്നപ്പോൾ KT ജലീൽ സ്വയം ഒരു ദിവസം പറയുകയാണ്, ഒക്ടോബർ 2-ാം തീയതി ഞാനും ചിലത് വെളിപ്പെടുത്തുമെന്ന്. പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തുമെന്ന്. രാവിലെ പുസ്തക പ്രകാശനം, വൈകിട്ട് വെളിപ്പെടുത്തൽ. ഇത് ഏത് മാധ്യമമാണെങ്കിലും അത് വാർത്തയാക്കും. അത് KT ജലീൽ എന്തു പറയണമെന്നോ KT ജലീൽ എങ്ങോട്ട് പോകണമെന്നോ ഒക്കെ ഓരോ മാധ്യമങ്ങളും അവരുടെ ഇഷ്ടമനുസരിച്ചൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം. ജലീൽ ഇന്ന് പത്രങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ CPM സഹയാത്രികനെ തുടരും, ഞാൻ ഇടതുപക്ഷത്തെ വഞ്ചിക്കില്ല, ഞാൻ അൻവറിനൊപ്പം പോയില്ല. ഇതൊക്കെ പോകണമെന്നോ വഞ്ചിക്കണമെന്നോ പിന്മാറണമെന്നോ ആരെങ്കിലും പറഞ്ഞോ? ആരാ പറഞ്ഞേ? ഇതൊക്കെ സ്വയം ജലീൽ തന്നെയാണ് പറഞ്ഞത്. ഞാൻ വിരമിക്കാറായി, പാർലമെൻ്ററി വ്യാമോഹമില്ല. അതൊക്കെ അദ്ദേഹം സ്വയം പറഞ്ഞതാ, അല്ലാണ്ട് ആരും പറഞ്ഞതല്ല. ഇതിപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ പുസ്തകത്തിന് പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ള സൂത്രവതിയായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ KT ജലീൽ CPM സഹയാത്രികനാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഞാനത് ആ സഹയാത്രികനെ തുടരും എന്ന് ഉറപ്പിച്ചു പറയേണ്ട ഒരു സ്ഥിതി അദ്ദേഹത്തിന് വന്നെങ്കിൽ പാർട്ടി അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഒന്നുകിൽ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളോടൊപ്പം നിൽക്കുന്നോ ഇല്ലേ അതോ പോണോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് അവിടെ പുസ്തക പ്രകാശനത്തിൽ എത്തിയത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളായ ജോൺ ബ്രിട്ടാസാണ്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് ജലീലിനോട് എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രിയെ വല്ല ദൂതും അദ്ദേഹത്തെ ഏൽപ്പിച്ചോ? ഇതൊക്കെ സംശയങ്ങളാണ്. അതൊക്കെ നാളെ ഒക്കെ ആയിട്ട് വെളിപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം വരുമ്പോൾ KT ജലീൽ ഇന്ന് പറഞ്ഞതിൽ എന്ത് ഞെട്ടലാണ് ഉണ്ടാവുക? ഞെട്ടിയത് കേരളത്തിലെ മാധ്യമപ്രവർത്തകരൊന്നുമല്ല, ഞെട്ടിയത് ഇപ്പോഴും CPM പ്രകാശ മാഷിനെ പോലുള്ളവരാണ്. കാരണം പ്രകാശ മാഷ് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് ഡൽഹിയിൽ ഒരു PR ഏജൻസി അഭിമുഖം തരപ്പെടുത്തി കൊടുത്തു എന്നതിനെ സംബന്ധിച്ച വിവാദം ഇന്നേ വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരം കൊടുത്തിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല. പക്ഷെ എനിക്ക് അതിനകത്ത് ഞെട്ടിയില്ല എന്ന് താങ്കൾ പറഞ്ഞതിനോടൊരു വിയോജിപ്പുണ്ട്. മാധ്യമങ്ങളെല്ലാം ഇത് തർക്കിക്കുന്നുണ്ടായിരുന്നു KT ജലീലിനോട്. ഞങ്ങളുടെ സമയം കളഞ്ഞത് ഇതാണോ വെളിപ്പെടുത്തൽ, ഞങ്ങൾ ഇതല്ലല്ലോ പ്രതീക്ഷിച്ചത് എന്ന്. താങ്കൾ എത്രയൊക്കെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകരോട് KT ജലീലിന് അക്കാര്യത്തിൽ നിങ്ങൾക്കിത് വെളിപ്പെടുത്തലായി തോന്നുന്നില്ലേ, ഞാൻ CPM തന്നെ നിൽക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് വാർത്തയല്ലേ എന്നൊക്കെ ചോദിക്കേണ്ടി വന്നു. ആരാണ് ഞെട്ടിയതെന്നുള്ളത് വ്യക്തമല്ലേ? അല്ല, അത് ജലീൽ ചെയ്തത് അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. കാരണം പത്രമാധ്യമങ്ങളെ വിളിച്ചിട്ട് ഞാൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തലുകൾ നടത്തണം. അതാണ് അൻവർ ചെയ്തത്. അതല്ലാണ്ട് നേരത്തെ ലാല് പറഞ്ഞതുപോലെ എൻ്റെ പുസ്തകത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള വെളിപ്പെടുത്തലാണ് ഞാൻ പറഞ്ഞതെന്നൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കിയോ എനിക്കറിയില്ല. KT ജലീൽ പറഞ്ഞത് ഒക്ടോബർ 2-ാം തീയതി പത്രസമ്മേളനത്തിൽ ഞാനും ചില വെളിപ്പെടുത്തലുകൾ നടത്തണം. ഇത് വെളിപ്പെടുത്തലല്ല. ഇതെന്ത് വെളിപ്പെടുത്തലുള്ളത്? അത് മാധ്യമങ്ങൾ ചോദിച്ചെങ്കിൽ മാധ്യമങ്ങൾക്കൊപ്പമാണ് ഞാൻ. കാരണം മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ട് ഞാൻ ഇതൊക്കെ പറയാനേ വിളിച്ചെന്ന് പറയുമോ? അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെക്കണമെന്നോ പാർട്ടി വിടണമെന്നോ ആരും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ഞാൻ CPM തുടരുമെന്ന് പറയാൻ വേണ്ടി എന്തിനാണ് പത്രസമ്മേളനം വിളിച്ചത്? അവിടെ ഞാൻ പറഞ്ഞത് ജലീൽ CPM തുടരാൻ, ഞാൻ CPM തുടരും, സഹയാത്രികനാകും, ഇടതുപക്ഷം പിന്നെ വഞ്ചിക്കില്ല എന്നൊക്കെ ജലീൽ പറയണമെങ്കിൽ അതിനെന്തെങ്കിലും സാഹചര്യം ഉണ്ടായോ? നമുക്കറിയില്ല. അദ്ദേഹത്തെ ആരെങ്കിലും ഭയപ്പെടുത്തിയോ? ജലീലിനെ ഏതെങ്കിലും CPM നേതാക്കൾ ഭയപ്പെടുത്തിയോ ഇങ്ങനെ പറയാനായിട്ട്?